ഈ സഹോദരിയും അവരുടെ കുടുംബവും ഞാൻ കയറി വന്നപ്പോൾ തൻ്റെ ഭർത്താവിനെ കണ്ടു. ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്. അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടേ ഉള്ളൂ. തനിക്കൊരു മകനുണ്ട്. അവർ പെന്തക്കോസുകാരുടെ ഈ സിസ്റ്റം ഒക്കെ ആദ്യമായിട്ടാണ്, ഓർത്തഡോക്സുകാരാണ് ഈ മീറ്റിങ്ങിൽ, ഇതുപോലത്തെ ഒരു പെന്തക്കോസ് മീറ്റിങ്ങിൽ ആദ്യമായിട്ടാണ്. അദ്ദേഹം ഞാൻ കയറി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ പാസ്റ്ററെ ഞാനാണ് മെസ്സേജ് അയച്ചത്, ഇതാണ് എൻ്റെ കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ പ്രശ്നം ഇതാണ്, പെട്ടെന്ന് കുഞ്ഞിന്റെ കൗണ്ട് കുറഞ്ഞു പോയി. ഡോക്ടർ ഡിക്ലെയർ ചെയ്തത് ITP എന്നാണ്. ITP എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇഞ്ചുറി ഉണ്ടായാൽ ഇന്റേണൽ ബ്ലീഡിംഗ് ആയെന്ന്, അത് പിന്നെ ബ്ലീഡിംഗ് നിൽക്കത്തില്ല. ആ അസുഖമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതാണെന്നാണ് ആദ്യം ഡിക്ലെയർ ചെയ്തത്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് മോന് 26,000 ആയിരുന്നു കൗണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കാം, ഒരു ദിവസത്തേക്ക് നോക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളെ തിരിച്ച് വീട്ടിൽ വിട്ടു. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ 24,000 ഞങ്ങളപ്പോൾ ഡോക്ടർ വേറെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളോട് പറഞ്ഞു ഇന്നത്തെ ബാക്കിയുള്ള ടെസ്റ്റുകളും ചെയ്യിച്ചു, ഞങ്ങളെ കൊണ്ട് അന്ന് തന്നെ ടെസ്റ്റുകളൊക്കെ ചെയ്യിച്ചു. നിങ്ങൾ നേരെ കോട്ടയത്തിന് പൊക്കോളാൻ പറഞ്ഞു, ICHലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ നേരെ ICH നിന്ന് മിക്കവാറും ബോൺമാരൊക്കെ ചെയ്യേണ്ടി വരും. ഹസ്ബൻഡിന് അങ്ങനെ, ഞാനൊരു നേഴ്സായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ബോൺമാരെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആകെപ്പാടെ തകർന്നു പോയി. എന്താ ചെയ്യുക, എന്തായാലും ക്യാൻസറിൻ്റെ ഒരു ഡയഗ്നോസിസ് ആണ് അവരോട് അവിടെ നിന്ന് എന്നോട് പറഞ്ഞത്. ആ സമയത്ത് ഞങ്ങൾ ഒരു അവസ്ഥയൊന്നും പറയാൻ എനിക്കൊന്നും വരാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ നേരെ ICH ചെന്നു. അവിടെ ചെന്നപ്പം ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ടുമായിട്ട് ഇവിടെ വന്ന ഒരു കുട്ടിക്ക് അവർ ഒരു ഇഞ്ചക്ഷൻ, അതായത് 24 hours ഇഞ്ചക്ഷൻ ഇടണം, അല്ലെങ്കിൽ കണ്ടീഷൻ വേറെ. ഇവൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവന് വേറൊരു അസുഖം കൂടി ഉണ്ട് ഇവൻ്റെ ശരീരത്ത്, ഹൈപ്പർ ആക്ടിവിറ്റി എന്ന ഡയഗ്നോസിസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അതായത് അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ബ്ലഡ് കൗണ്ട് നോക്കുമ്പോൾ 13,000 ഉള്ളൂ. 10,000 താഴെ കവിഞ്ഞു പോയാൽ ഒരു വെണ്ടിയിലിടുമെന്നാണ് പറയുന്നത്. അപ്പോൾ 13,000 മാത്രമുള്ള ഈ കൗണ്ടുമായിട്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യണം. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അവിടെ ചെന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോകണോ, അത് പ്രൈവറ്റിൽ പോകുമ്പോൾ ഇതിനെക്കാട്ടി അല്പം കൂടെ സ്പീഡിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുമല്ലോ, ഞങ്ങൾ പ്രൈവറ്റിൽ പോകണമെന്ന് ചോദിച്ചു. ആ സമയത്ത് പ്രൈവറ്റിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ സീനിയർ ഡോക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞു ഓക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വഴി മോന് മാക്സിമം എത്രയും പെട്ടെന്ന് ഇഞ്ചക്ഷൻ ഇടാമെന്ന് പറഞ്ഞു. ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചയായപ്പോൾ അവിടെ ചെന്നത്. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാവരും തീരുമാനിച്ച് പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഇടാം, കുഞ്ഞിന് ഇടാമെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ എനിക്ക് ഇഞ്ചക്ഷൻ, വൈകിട്ട് ഇഞ്ചക്ഷൻ ഇടുന്നതിന് ആ സമയത്താണ് ജോച്ചൻ ഒരു സഹോദരിയോട് സംസാരിച്ചപ്പോഴാണ് ഈ ഫോൺ നമ്പർ പാസ്റ്ററിനെ വിളിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ പറയുക, ഒരു പ്രാർത്ഥന ആവശ്യമുള്ളൊരു സമയമാണ്. ആ സമയത്താണ് ഞങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ കിട്ടുന്നത്. ഞാൻ തന്നെ പറഞ്ഞു, ജോച്ചൻ പറഞ്ഞു വേഗം തന്നെ ഒന്ന് മെസ്സേജ് ഇട്ട്, നീ എന്തായാലും മെസ്സേജ് ഇടാൻ പറഞ്ഞു. ആ സമയത്ത് ഇഞ്ചക്ഷൻ കിട്ടിയ ആ സമയത്തോടുകൂടി ഞങ്ങൾക്ക് ഇഞ്ചക്ഷനും ഇവന് റെഡിയായി. ഞങ്ങളെ ഇഞ്ചക്ഷൻ ഇടുന്ന സമയത്താണ് ഞാൻ മെസ്സേജ് വിടുന്നത്. അവിടെ ആണെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞൊരു കാര്യം ആ ഹോസ്പിറ്റലിനുള്ളിലില്ല. അതെന്തോ പെട്ടെന്ന് മെസ്സേജ് ഇടുകയും അത് ഡോക്ടർ, പക്ഷേ ആ ബ്ലൂ ലൈൻ രണ്ടും കാണുകയൊക്കെ ചെയ്തു. ഇവനാണെങ്കിൽ ഒരു ശകലം പോലും അടങ്ങി നിൽക്കത്തില്ല. ഇഞ്ചക്ഷൻ ഇടുന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിൽ ഇവനങ്ങ് ഉറങ്ങിയും പോയി. ഞങ്ങൾ എന്തോ ചെയ്യണം. പിറ്റേ ദിവസം അപ്പം എന്നോട് പറഞ്ഞു 3 ഇഞ്ചക്ഷനാണ് ഇട്ടത്. ആ 3 ഇഞ്ചക്ഷൻ കഴിഞ്ഞു. ഇവനങ്ങ് പനി പിന്നെ വന്നു. ആ പനി വന്ന സമയത്ത് ആ പനി ജസ്റ്റ് ഒന്ന് വന്നു, അതങ്ങ് മാറി. പിന്നെ പിറ്റേ ദിവസം നോക്കാമെന്ന് പറഞ്ഞു. ആ ഇഞ്ചക്ഷൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പ്ലേറ്റ്ലെറ്റ് കൊണ്ട് 48,000 ആയി. അത് കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങളുടെ ബോൺമാരോ ചെയ്യാമെന്ന് പറഞ്ഞു. എന്താ ഇതിനകത്ത് ഉള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പം എന്നാലും ഇവൻ അടങ്ങി നിൽക്കത്തില്ല. അവിടെ ഭയങ്കര ബഹളവും ആകെപ്പാടെ ഇഞ്ചക്ഷൻ വലിച്ചേറും. അവർ പറഞ്ഞ് നോക്കണം ഞങ്ങളുടെ മോണിറ്റർ ഒന്നും പൊട്ടിച്ച് കളഞ്ഞിട്ട് പോകരുത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മോണിറ്റർ ഒന്നും പൊട്ടിച്ച് കളഞ്ഞിട്ട് പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ബോൺമാരെ ചെയ്തപ്പോൾ ഞാൻ പാസ്റ്ററിന് മെസ്സേജ് അയച്ചൊന്ന് പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങൾ മെസ്സേജ് അയച്ചു. പക്ഷേ ബോൺമാരുടെ റിപ്പോർട്ടൊക്കെ വന്ന് വളരെ നോർമലായി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലധികമായി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറയാം. നിങ്ങൾ കേൾക്കണേ പ്രിയരെ, ഈ രാവിലെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ സഹോദരൻ എന്നെ വഴി വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് മെസ്സേജ് അയച്ചേ, പാസ്റ്റർ എനിക്ക് റിപ്ലൈ ചെയ്തു, എനിക്ക് ആ റിപ്ലൈ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, പാസ്റ്റർ എനിക്ക് റിപ്ലൈ ചെയ്തു, കുഞ്ഞിനൊന്നും ഉണ്ടാകില്ല, കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം ചെയ്യാൻ കരുത്തുള്ളൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. നിങ്ങൾ കേൾക്കണം, 13,000 കവണ്ട് കുറഞ്ഞു പോയ ബോൺമാരോ ചെയ്ത ഈ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കിയതാണ്. ഈ രാവിലെ നമുക്ക് വേണ്ടി സൗഖ്യമാക്കുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, ഈ ആദ്യം പറഞ്ഞ അസുഖത്തിന്റെ പേരെന്തായിരുന്നു? ITP ആയിരുന്നു. ITP. അങ്ങനെ ഒരു പ്രശ്നമില്ല, അവന് ഒന്നും വന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് വെച്ചാൽ ഡോക്ടർ ഇങ്ങനെ പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്
ഇവിടെ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു അസുഖം ഡയഗ്നോസ് എഴുതിയത്. പക്ഷേ അവർ അങ്ങനെ ഒരു കംപ്ലൈൻസ് ഇല്ല. അതൊരു ദൈവം ശരിക്കും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതൊരു ക്യാൻസറിൻ്റെ ഒരു ഇതാണ് എന്ന് വെച്ചാൽ വകഭേദമാണ്. അത് എന്തോ പറയാനാ, അത് ITP എന്നൊക്കെ എഴുതിയപ്പോൾ തന്നെ എനിക്ക് ആകെപ്പാടെ എന്തോ പറയാ, ടെൻഷനൊന്നും പറയാനൊക്കത്തില്ല. ആ ഒരു അവസ്ഥയെ കുറിച്ച് ദൈവം വലിയ വിടുതൽ തന്നില്ലേ? അതെ, ശരിക്കും. ഇവനെ കൊണ്ട് കിടന്ന ബെഡിന്റെ തൊട്ടടുത്തൊരു ചേച്ചി, അപ്പം ഇവൻ ഇഞ്ചക്ഷൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഞാൻ ചേച്ചിയോട് ചുമ്മാ ചോദിച്ചു എവിടുന്നാ വരുന്നത്. ഞാൻ പറഞ്ഞു എറണാകുളത്ത് പറവൂരുന്നു. അപ്പൊ എന്നോട് തിരിച്ചു ചോദിച്ചു നിങ്ങൾ എവിടുന്നാ വരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ പത്തനംതിട്ട. അന്നേരം ആ ചേച്ചി പറഞ്ഞു ഞാൻ പത്തനംതിട്ട വന്നിട്ടുണ്ട്, ഇതുപോലെ ബിനു പാസ്റ്ററുടെ അവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഫ്ലക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ബിനു പാസ്റ്റർ വാഴമുട്ട വന്നു. അപ്പം ചേച്ചി പറഞ്ഞു അതെ വാഴമുട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികം പ്രാവശ്യം വന്നിട്ടില്ല, എൻ്റെ മോള് സ്ഥിരം പാസ്റ്റർ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ച നമ്പർ ഉണ്ടോ. അന്നേരം പറഞ്ഞ് എൻ്റെ മോഡലുണ്ട്, മോളന്നേരം പുറത്തോട്ട് പോയിരിക്കുക, ഹോസ്പിറ്റലിൽ എന്തോ ആവശ്യത്തിന് പുറത്ത് പോയിരിക്കുക, വരുമ്പോൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ ഇങ്ങനെ ഇഞ്ചക്ഷൻ ഇട്ടു ഇരിക്കുന്നു. ആ ചേച്ചി പുറത്ത് പോയിട്ട് വന്നു. ഉടനെ ഇവള് നമ്പർ ചോദിച്ചു, മെസ്സേജ് ഇട്ടു, ചോദിച്ചു ഉടനെ തന്നെ ഇവള് മെസ്സേജ് ഇട്ട് റിപ്ലൈ വന്നേരം. അപ്പൊ ആ സമയമാണ് നമുക്ക് ടെൻഷനാ. കാരണം നമുക്ക് അന്നേരം ഇപ്പൊ ഒരു 10 കോടി രൂപ ആര് തരാമെന്ന് പറഞ്ഞാലും നമുക്ക് അന്നേരം അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അന്നേരം ഒന്നും പറ്റത്തില്ല. കാരണം ഈ ഡോക്ടർ ഒരു മരുന്ന് ആ സമയത്ത് ഇപ്പൊ ഡോക്ടർ പറയുക ഇതിന് ഇന്ന ട്രീറ്റ്മെന്റ് ഉള്ളൂ, അത് നമ്മൾ ചെയ്യും ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോലൊരു മരുന്ന് കൊടുക്കുക, അതേ ഉള്ളൂ. അതിനല്ലാതെ അതിനപ്പുറത്ത് കാശ് മുടക്കി അന്നേരം ഒന്നുമില്ല. ഇല്ല. ഡോക്ടർ പറയുന്നത് ഈ ഒരു ട്രീറ്റ്മെന്റ് ഇതിനുള്ളൂ, അതിൽ നോർമൽ ആയിക്കോളും ആകും സാധാരണ. പക്ഷെ ചിലതങ്ങനെ ആകാത്ത കേസുണ്ട്. ദൈവം അത്ഭുതം ചെയ്ത ആ സമയത്താണ് നമുക്ക് പാസ്റ്റർ. അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പലരെയും വിളിക്കും, പല ദൈവത്തെ വിളിക്കും, അന്നേരം എല്ലാം. പക്ഷേ അന്നേരം നേരിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നമ്പരും ആ സമയത്ത് അത് എടുക്കുകയും ചെയ്യാന്നുള്ളത്. പ്രിയരേ, ഇന്ന് രാവിലെ ജീവിക്കുന്ന ഒരു സാക്ഷ്യവുമായിട്ട് ഈ കുഞ്ഞുമായിട്ട് ഈ ജോൺസൺ ബ്രദറും കുടുംബവും നിൽക്കുന്നത്. ദൈവം ഇന്ന് രാവിലെ അത്ഭുതം കിട്ടും. ദൈവം 13,000 ബ്ലഡ് കൗണ്ട് നോർമലായി ആയുസോടെ ആരോഗ്യത്തോടെ നമ്മുടെ കുഞ്ഞു നിൽക്കുക. നമ്മുടെ കർത്താവ് ഇന്ന് രാവിലെ ജീവിക്കുന്നു. കരമൊന്നുയർത്ത് ദൈവത്തിന് രാമൻ പറഞ്ഞേ. ബ്രദറെ, ദൈവം ഞങ്ങളിവിടെ വരാനും ഇത് ഇപ്പം പാസ്റ്റർക്ക് നന്ദി പറയാൻ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പാസ്റ്റർ ഞങ്ങൾ അയച്ച വോയിസ് മെസ്സേജിന് റിപ്ലൈ നമുക്ക് അയച്ചു. അന്നേരമാണ് നമുക്കൊരു പവർ, നമുക്കൊരു ഇത് കിട്ടുന്നത്. നമുക്കൊരു പ്രാർത്ഥന നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു നമ്മുടെ മനസ്സിനൊരു ധൈര്യം വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അന്നേരം നമ്മൾ പാസ്റ്റർക്ക് ഒരു മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നും വരുന്നില്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. പക്ഷെ നമ്മളൊരു മെസ്സേജ് അയച്ചു, ഓൾറെഡി അന്നേരം തന്നെ മെസ്സേജ് ഓക്കെ എന്നും പറഞ്ഞ് വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മനസ്സിനൊരു ധൈര്യം ഉണ്ടാവും. അന്ന് നമ്മുടെ പ്രാർത്ഥനാ ടീമെല്ലാം ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി മുട്ടുകുത്തിയിരുന്നു. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഏത് തകർന്നവനെയും ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ജോൺസൺ ബ്രദറെ, ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ദൈവം അനുഗ്രഹിക്കും. ഇവന്റെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി മാറിപ്പോകും. യേശുവിനെ നോർമലാക്കും. ഇവൻ നോർമൽ ബേബി ആകും. വലിയ അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഡോക്ടർ പറഞ്ഞു ഇവൻ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടായത് ഒന്നുകൂടി ഡേഞ്ചർ. കാരണം ഇവൻ ഒരു സകലം അടങ്ങിയിരിക്കത്തില്ല. അപ്പൊ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളതിന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇതുപോലെ മെറിയ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവൻ എവിടെയെങ്കിലും വീഴുവോ തട്ടുവോ മുട്ടുവോ ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കത്തില്ല, ബ്ലഡ് ക്ലോട്ടാകാൻ ബുദ്ധിമുട്ടാണ്. അതിന് എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണമെന്നൊക്കെ പറയും. ഇവനൊന്ന് ഇതുപോലെ മെറിയ. ആകെ ഒരു ടെൻഷനുള്ള ദിവസങ്ങളായിരുന്നു. ദൈവം എല്ലാം മാറ്റി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.